പേട്രിയറ്റ്, മമ്മൂക്ക, ലാലേട്ടൻ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, ഒരുപാട് ക്യാരക്ടേഴ്സുള്ള അത്യാവശ്യം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട നല്ലൊരു പടം തന്നെയാണ് പേട്രിയറ്റ്. OTT-ലൊന്നും വന്നു കഴിഞ്ഞാൽ ഈ ഒരു എൻജോയ്മെൻ്റ് ഉണ്ടാവില്ല. ഫഹദ് ഫാസിലിൻ്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡൊക്കെ നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. കുറച്ച് ലൗഡാണ്, ബട്ട് ദെൻ നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ നടുക്ക് കുറച്ച് സീൻസൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ എന്തോ നാടേ എന്നുള്ളൊരു ഫീല് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ അഗെയിൻ അതൊക്കെ അങ്ങ് ഇഗ്നോർ ചെയ്തിട്ട് തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പടം തന്നെയാണ് പേട്രിയറ്റ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ പടം കാണുമ്പോൾ ഫീൽ ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മലയാളത്തിലുള്ള MI, അതായത് മിഷൻ ഇമ്പോസിബിൾ, ഹോളിവുഡിലുള്ള ആ ഒരു അത്രത്തോളം എത്തിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഉള്ളൊരു റിസോഴ്സസ് ഒക്കെ വെച്ചിട്ട് നമ്മളെ മലയാളത്തിലുള്ള ഡയറക്ടേഴ്സിനൊക്കെ ഇത്രയും നല്ലൊരു മേക്കിങ്ങോട് കൂടിയിട്ടുള്ള ഒരു പടം എടുക്കാൻ പറ്റും എന്നുള്ളത് ഈ പറയുന്ന പടത്തിൽ കൂടി തന്നെ മനസ്സിലാവും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ഇഗ്നോറബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ പടം എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്, ഓരോ ക്യാരക്ടേഴ്സ് കാണിച്ചിരിക്കുന്ന എല്ലാവരും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3.5 hours ഉണ്ട്, കുറച്ചൊന്നും ഉറക്കായിരുന്നു. എന്നിരുന്നാലും സ്റ്റിൽ എൻജോയബിൾ തന്നെയാണ്. മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ മ്യൂസിക്കും കുറച്ചൊക്കെ ഒരു MIയുടെ ഒരു ടച്ച് അവിടെ ഇവിടെയൊക്കെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് മാത്രം ഫീൽ ആയതായിരിക്കാം. പക്ഷെ എന്നിരുന്നാലും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പടം തന്നെയാണ് പേട്രിയറ്റ്. കാണാൻ പറ്റുന്നവരൊക്കെ തിയേറ്ററിൽ തന്നെ എൻജോയ് ചെയ്ത് വാച്ച് ചെയ്യാം.